Respected cardamom planters, ഇപ്പോൾ സൗത്ത് വെസ്റ്റ് മോൺസൂൺ നമുക്ക് തുടങ്ങി. കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാർച്ച് നല്ല ചൂട് വന്നിട്ട് പിന്നെ ഏപ്രിൽ മാസം ചെറിയ മഴ കിട്ടിയായിരുന്നു. ഇപ്പോൾ മെയ് തൊട്ട് നമുക്ക് നല്ല മഴയും കിട്ടി. ഇപ്പോൾ സൗത്ത് വെസ്റ്റ് മോൺസൂൺ തുടങ്ങി. ഈ സമയത്തെ നമ്മുടെ ഏലത്തിൻ്റെ ഗവനിക്ക വേണ്ടിയ വിഷയം രണ്ട് മാറ്റർ മെയിൻ വിഷയം. ഒന്ന് സോയിലിൻ്റെ pH, നെക്സ്റ്റ് നെമറ്റോഡ്. ഓരോന്നു ക്രാപ്പുക്കും pH വ്യത്യസ്തമായ കാണും. ഈ pH എന്ന് പറയുന്നത് ഓരോന്നും ക്രാപ്പുക്കും ഡിഫറെൻ്റ്. അപ്പോൾ ഈ ഏലത്തിൻ്റെ ഈ pH നമുക്ക് 4.2 തൊട്ട് 6.8 വരെ ഉണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ബട്ട് ഈ ചൂടുകാലം തുടങ്ങുമ്പോൾ 7 അബോവ് നമുക്ക് ഉണ്ടായിരിക്കും. ആ സമയം കറക്റ്റ് വെള്ളം അടിക്കുന്ന ആൾക്കാർക്ക് ഈ കച്ച് പ്ലസ് അയൺസ് നമുക്ക് കിട്ടും. ആ കിട്ടുമ്പോൾ അവർക്ക് കാ ഉണ്ടാകും. അവർക്ക് കറക്റ്റ് pH 6 to 6.8 വരെ ചിലപ്പം നിൽക്കുന്നത് കൊണ്ട് കാ സെറ്റിംഗ് അവർക്ക് കിട്ടിയായിരുന്നു. ബട്ട് വെള്ളം അടിക്കാത്ത ആൾക്കാർക്ക് ഈ pH വന്നിട്ട് നമുക്ക് ചൂട് കൂടുതലാകുമ്പോൾ കൂടിപ്പോയിടും. അങ്ങനെ കൂടുമ്പോൾ അവർക്ക് കാ സെറ്റിംഗ് ആ സമയം ഇല്ല. ഈ കമറൽ ഉണ്ടായിട്ട് ശരത്തിൻ്റെ അറ്റം ഇറുക്കി ഫ്ലവറിങ് കുറവായിട്ട് നമുക്ക് കാണിച്ചിരിക്കും. ഇപ്പോൾ മഴക്കാലം തുടങ്ങുമ്പോൾ ഈ pH നമുക്ക് 7 തൊട്ട് ഈ കുറവ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി ഈ pH ചേഞ്ചസ് എങ്ങനെ ഉണ്ടാകുമെങ്കിൽ കൂടുതൽ മഴ കിട്ടിയാലും സൈക്ലോൺ വന്നാലും നല്ല ചൂട് വന്നാലും നമുക്ക് pH ചേഞ്ചസ് മണ്ണിൽ ഉണ്ടാകും. ഇപ്പോൾ മഴ കിട്ടിയിട്ട് ഈ മഴ നമുക്ക് തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി pH കുറവ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ 4.2 വരെ ഏലത്തിൻ്റെ കാ സെറ്റിങ് നമുക്ക് കുഴപ്പമില്ല. എക്സാക്റ്റ് പറയുവാണെങ്കിൽ 4.5 to 5.5 വരെ അടിപൊളി കാ സെറ്റിങ്ങും ഫ്ലവറിങ്ങും നമുക്ക് കൂടുതലാകും. അതിൻ്റെ താഴെ വരുമ്പോൾ മാത്രം നമുക്ക് ഈ ചുണ്ണാമ്പ് തുരിശ് ചെയ്ത് നമുക്ക് ന്യൂട്രലാക്കണം. ഇപ്പോൾ മഴ തുടങ്ങിയ മഴ നമുക്ക് ഒരു 3 ആഴ്ച ഇല്ലാതെ ഈ ചൂട് നമുക്ക് മാറി നല്ല ഒരു pH കുറവ് വരുന്നില്ല. സോ ഇമ്മീഡിയറ്റ് നിങ്ങൾ ചെയ്യുന്ന വർക്ക് ചുണ്ണാമ്പ് ഇതെല്ലാം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇമ്മീഡിയറ്റ് നിങ്ങൾ ചെയ്യുന്ന വർക്ക് തുരിശടിക്കണം. നെക്സ്റ്റ് മഴ മാറിയിട്ട് അടുത്ത ഒരു തെളിവ് കിട്ടുമ്പോൾ തുരിശടിക്ക് റെഡി ആയിരിക്കണം. 2 കിലോ ചുണ്ണാമ്പ് 2 കിലോ തുരിശ് 200 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുളിപ്പിച്ച് ചെടിക്ക് ഒരു 4 ലിറ്റർ 5 ലിറ്റർ വരെ കുളിപ്പിച്ച് അടിക്കണം. അങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് ഈ അളുകൾ ഉണ്ടാകുന്ന ഈ പൈറ്റോപ്തറ പിത്തിയും ഉണ്ടാകുന്ന സ്പോർസ് മൊത്തം കൺട്രോൾ ആകും. അപ്പോൾ ഈ അളുകൾ ഉണ്ടായ പുറയിൽ നമുക്ക് ഈ തുരിശ് ചെയ്യുമ്പോൾ കൺട്രോൾ കിട്ടത്തില്ല. അപ്പോൾ അളുകൾ ഉണ്ടാകുന്ന മുമ്പ് നമുക്ക് ആ സ്പോർസ് ഉള്ള സമയത്ത് ഇത് അടിച്ച് നല്ല ഇലയുടെ അടിഭാഗം ഈ കാപ്പറും സുണ്ണാമ്പും പടുന്ന രീതിയിൽ അടിച്ച് ആ സ്പോർസ് കൊണ്ട് നമുക്ക് അളുകളിലിരുന്ന് രക്ഷപ്പെടണം. ഈ തുരിശിൻ്റെ റിസൾട്ട് മിനിമം 35 to 40 ഡേയ്സ് റിസൾട്ട് കാണും. അപ്പോൾ ഇപ്പോൾ ജൂൺ ഫസ്റ്റ് വീക്ക് നമുക്ക് തുരിശ് അടിക്കുവാണെങ്കിൽ നമുക്ക് ജൂൺ ജൂലൈ ആഗസ്റ്റ് ഈ വർഷം നല്ല മഴ കാണും. ഇടയ്ക്ക് ചെറിയ ഉണക്കം വരാൻ ചാൻസസ് ഉണ്ടെങ്കിലും നമുക്ക് ജൂലൈ ആഗസ്റ്റ് കൂടെ ഭയങ്കര മഴ കാണും. അപ്പോൾ 40 ദിവസം റിസൾട്ട് മാത്രം ഈ ഫസ്റ്റ് അടിക്കുന്ന തുരിശിന് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജൂൺ ഫസ്റ്റിൽ തുരിശ് അടിക്കുവാണെങ്കിൽ അടുത്ത് ജൂലൈ ഫസ്റ്റ് വീക്ക് മിനിമം ജൂലൈ ഫസ്റ്റ് വീക്കിൽ നമുക്ക് നെക്സ്റ്റ് തുരിശ് ആവശ്യപ്പെട്ട കൂടുതൽ മഴ ഉണ്ടെങ്കിൽ ചൂട് മാത്രം കൂടെ ഒന്ന് ഓടിച്ച് അടിച്ച് രക്ഷപ്പെടണം. അപ്പോൾ ഈ തുരിശ് കളക്കുന്ന മെത്തേഡ് ആദ്യം വെള്ളം ഒരു 180 ലിറ്റർ ഡ്രമ്മിൽ വെള്ളം പിടിക്കണം. പിന്നെ ഒരു 10 ലിറ്റർ വെള്ളത്തിൽ 2 കിലോ ചുണ്ണാമ്പ് ഇട്ട് അളുക്കി ചേർക്കണം. പുറയിൽ നമുക്ക് 2 കിലോ തുരിശ് 10 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അളുക്കിയിട്ട്
ചുണ്ണാമ്പിൻ്റെ പുറയിൽ ഡ്രമ്മിലിടുന്നു. ഇട്ട് നന്നായിട്ട് അളുക്കിട്ട് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അടിക്കണം. നെക്സ്റ്റ് നെമറ്റോഡ്. ഈ നെമറ്റോഡ്, റൂട്ട് ഗ്രബ്സ്, മീലിബഗ് മാക്സിമം തൊന്തരവ് എല്ലാ അഗ്രികൾച്ചർ ക്രാപ്പിലും ഉണ്ട്. ബട്ട് ഏലത്തിൻ്റെ ഇപ്പോൾ കൂടുതൽ. ലാസ്റ്റ് ഒരു 3 years ഈ നെമറ്റോഡിൻ്റെ തൊന്തരവ് ജാസ്തി നമുക്ക് കാണിക്കുന്നുണ്ട്. ഈ റൂട്ട് ഗ്രബ്സിൻ്റെ തൊന്തരവ് ഒരു 3 വർഷത്തിന് മുമ്പ് കൂടുതൽ ഉണ്ടായിരുന്നു. ഇപ്പം കൂടെ ആ പച്ച വണ്ട് ഇടുന്ന മുട്ട ഡാമേജ് ആവുന്നുണ്ട്. നാച്ചുറലായിട്ട് ഒരു കാലാവസ്ഥയുടെ ഒരു സപ്പോർട്ട് നമുക്ക് റൂട്ട് ഗ്രബ്സ് തൊന്തരവ് ഇല്ല. അപ്പോൾ കൂടുതൽ തൊന്തരവ് കാണിക്കുന്നത് ഓൺലി നെമറ്റോഡ് ആൻഡ് മീലിബഗ് മാത്രം. അപ്പോൾ ഇത് എങ്ങനെ തൊന്തരവ് നമുക്ക് കാണിക്കുന്നെങ്കിൽ, നമുക്ക് ഈ ചൂട് കാലം മുടിഞ്ഞ് മഴക്കാലം തുടങ്ങുമ്പോൾ ഈ മണ്ണിൽ ഉള്ള ലാർവാസ് ഈ പീപ്പാവിലിരുന്ന് നമുക്ക് ഉണ്ടാകുന്ന സമയം കറക്റ്റ് ഈ മഴ പുതുമഴ 2 ഇഞ്ച് 5 ഇഞ്ച് മഴ കിട്ടിയ ആ സമയം ഈ പീപ്പ, ഈ നെമറ്റോഡിൻ്റെ പീപ്പ നമുക്ക് സ്പീഡായിട്ട് എഗ്ഗിലിരുന്ന് നമുക്ക് അടുത്ത സ്റ്റേജ് ഉണ്ടാകും. പീപ്പായിലിരുന്ന് നമുക്ക് ലാർവായും ആകും. இந்த மாதிரி ഒരു നെമറ്റോഡ് താക്കം കൂടുതൽ നമുക്ക് ആകുന്ന ഈ സമയം പുതുമഴ കിട്ടുമ്പോൾ 2 ഇഞ്ച് 3 ഇഞ്ച് 4 ഇഞ്ച് മഴ കിട്ടിയ ശേഷം നമുക്ക് ഈ എഗ്ഗിലിരുന്ന് കൂടുതൽ ലാർവ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പുതുമഴ കിട്ടിയിട്ട് നമുക്ക് ഫീൽഡ് നോക്കുമ്പോൾ നമുക്ക് ഈ ലാർവയുടെ തൊന്തരവ് ജാസ്തി കാണിക്കുന്നത് കൊണ്ട് നമുക്ക് വൈറ്റ് റൂട്ട്സ് ഇല്ല. വൈറ്റ് റൂട്ട്സ് കംപ്ലീറ്റ് ഡാമേജ്, ഈ ബ്രൗൺ കളർ വേരാകും, വേരിൻ്റെ അറ്റം കരിഞ്ഞു പോകും. അപ്പോൾ ഇതുതാ ഫസ്റ്റ് സിംറ്റം കാണിക്കുമ്പോൾ നമുക്ക് മഞ്ഞപ്പിഞ്ച്. നേരത്തെ സമ്മറിൽ ഉണ്ടാകുന്ന കായെക്കാട്ടിലും ഇപ്പോൾ വിടുന്ന കായ്ക്ക് ബോൾഡ് കുറവ്, ഇലയുடைய വീതി കുറവ്, പുതിയ ചിമ്പ് ഉണ്ടാകുന്നില്ല, ബ്രേക്ക്, കംപ്ലീറ്റ് ബ്രേക്ക്. ഒരു 20% വേര് വെച്ച് മാത്രം ജീവിക്കുക നമ്മളുടെ പ്ലാന്റ്സ്. അപ്പോൾ ഈ നെമറ്റോഡും ആൻഡ് ഈ മീലിബഗും ഫുൾ കൺട്രോൾ ചെയ്യണം. അങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് നല്ല വൈറ്റ് റൂട്ട്സ്, ഫൈബർ റൂട്ട്സ്, റൂട്ട് ഹെയർസ് കൂടുതൽ ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് മഞ്ഞപ്പിഞ്ച് ഇല്ല, ആൻഡ് കൂടുതൽ സിമ്പ്, കായ്ക്ക് ബോൾഡ്, നമ്മൾ ഇടുന്ന വളം കംപ്ലീറ്റ് വളിക്കും. പിന്നെ അടുത്ത് അളുകൾ റെസിസ്റ്റൻ്റ് കൂടെ ഈ കൂടുതൽ വേരുള്ള സമയത്തെ നമുക്ക് പ്ലാന്റ്സിക്ക് കിട്ടും. അതുകൊണ്ട് എന്ത് കാറ്റടിച്ചാലും, സൈക്ലോൺ കൂടുതൽ വന്നിട്ട് കാറ്റ് അടിച്ചാലും നമുക്ക് ഡ്രാപ്പിംഗ് വരുന്നില്ല. കാരണം ഈ റൂട്ട് അധികം ഉള്ള സമയത്തെ നമുക്ക് ഡ്രാപ്പിംഗ് ഉണ്ടാകുന്നില്ല. ഫുൾ ഫ്ലവറിങ്, നല്ല ഫ്ലവറിങ്, എപ്പോഴും ചെടി നോക്കിയാലും 100-150 ഫ്ലവറിങ് കാണും. ആ ഫ്ലവേഴ്സ് മൊത്തം നമുക്ക് സെറ്റാകും. ആക നമുക്ക് മെയിൻ വിഷയം ഈ റൂട്ട് ഡാമേജ് ആകുന്ന ഈ നെമറ്റോഡും മീലിബഗും കൊല്ലണം. ഇത് കൊള്ളാനായിട്ട് പല ആൾക്കാർ ചെയ്യുന്ന മെത്തേഡ് ഭയങ്കര സിസ്റ്റമിക് കെമിക്കൽ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ഈ നെമറ്റോഡ് ടെമ്പററി കിട്ടും. ബട്ട് മണ്ണിൽ ഉള്ള ദൈവ വളങ്ങൾ, ദൈവ ജീവികൾ മൊത്തം ക്ലോസ്. സോ അത് ചെയ്യരുത്. അങ്ങനെ ചെയ്യാതെ പ്ലാന്റ് എക്സ്ട്രാക്റ്റ് ആണ് ഒരു അടിപൊളി ഒരു സാധനം, മെനറ്റോഡ്. പല ആൾക്കാർ ഇതുവരെ ഒരു 5000 acres ആൾക്കാർ ഉപയോഗിച്ചിട്ട് പക്ക റിസൾട്ട് പറഞ്ഞ സാധനമാണ് ഇപ്പം ഞാൻ പറയാൻ പോവുക. ഈ നെമറ്റോഡ്, മീലിബഗ്, വേർപുഴു ഉണ്ടെങ്കിലും മൂന്നും കൺട്രോൾ ചെയ്യുന്ന മെത്തേഡ്, അതോട് ഫംഗസ് ഉണ്ടാകുന്ന ബാക്ടീരിയാവും കൊള്ളും. അങ്ങനെ ഒരു അടിപൊളി ഒരു പ്രോഡക്റ്റ് മെനറ്റോഡ്. ഈ മെനറ്റോഡ് 100 ml, 200 ലിറ്ററിൽ 100 ml ചേർക്കണം. ഇതോട് നമുക്ക് ഫാസ്റ്റ് റൂട്ട്സ് ഉണ്ടാക്കണം. അതുകൊണ്ട് ഈ റൂട്ട് ബൂസ്റ്ററാണ് റാഫൽ. അൽജിനിക് ആസിഡും പ്ലസ് നമുക്ക് വാം പൗഡർ ചേർന്ന ഒരു കോമ്പിനേഷൻ ഈ റാഫൽ. അപ്പോൾ റാഫൽ 100 gram, ഈ മെനറ്റോഡ് 100 gram 200 ലിറ്ററിൽ ചേർത്ത് ചെടിക്ക് കുളിപ്പിച്ച്, സറം മൊത്തം കുളിപ്പിച്ച്, വേർക്ക് 5 ലിറ്റർ, ചുവട് അകത്തെ 5 ലിറ്റർ, ചുറ്റി ഒരു 5 ലിറ്റർ, ടോട്ടൽ ഒരു 10 ലിറ്റേഴ്സ് നമുക്ക് കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ ഈ ചറത്തിലെല്ലാം പട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈ സമ്മറിലിരുന്ന് വീണ്ടു വരുന്ന ഈ ചറം കമറൽ ഉണ്ടെങ്കിലും കൂടെ അതും കൂടെ മാറ്റാനായിട്ട് പവറുള്ള സാധനം ഈ മെനറ്റോഡ്.
ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും കംപ്ലീറ്റ്ലി ടോട്ടൽ എല്ലാ ഗാർഡമും എസ്റ്റേറ്റിലും നമുക്ക് ഉള്ള മെയിൻ പ്രോബ്ലം ഈ നെമറ്റോഡ് മീലിബഗ്. സോ ഈ മെനറ്റോഡ് പറയുന്ന ഈ മെനറ്റോഡും റാഫിലും ചേർത്ത് ഉപയോഗിച്ച് നമുക്ക് ഇമ്മീഡിയറ്റ് ഈ നെമറ്റോഡും മീലിബഗും കൊല്ലണം. മിനിമം 6 months പക്ക ഗ്യാരണ്ടി. அதுக்கு மேலே നമുക്ക് വന്നിട്ട് ഇമ്മീഡിയറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ബട്ട് അഡ്വാൻസ് ആയിട്ട് നമുക്ക് ഒരു 6 months ആഫ്റ്റർ നമുക്ക് ചെയ്യുമ്പോൾ ഈ തൊന്തരവില്ലാതെ ഈ ബ്രേക്ക് കാണിക്കാതെ കണ്ടിന്യൂസ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ സാധനം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് കായ്ക്ക് ബോൾഡ്, കണ്ടിന്യൂസ് ഫ്ലവർ ആൻഡ് മഞ്ഞപ്പിഞ്ച് ഇല്ലാതെ ഒരു ഫുൾ സെറ്റിങ്സ് കിട്ടും. ഇപ്പം കൂടെ നിറയെ ആൾക്കാർക്ക് മഞ്ഞപ്പിഞ്ച് ഭയങ്കര മഞ്ഞപ്പിഞ്ച് ഉണ്ടാകുന്നുണ്ട്. കാരണം 90% ആൾക്കാർക്ക് കാരണം ഈ നെമറ്റോഡ് ആൻഡ് മീലിബഗ്. അപ്പോൾ ചില ആൾക്കാർക്ക് മഞ്ഞപ്പിഞ്ച് ഉണ്ടാകുന്നുണ്ട്, ബട്ട് അവർക്ക് ഫെർട്ടിലൈസർ കുറവ്. ചില ഫെർട്ടിലൈസർ കുറവ് അധിക പൂ എടുക്കുമ്പോൾ, ഇപ്പോൾ നോർമൽ ഒരു 50-60 പൂ എടുക്കുമ്പോൾ കുഴപ്പമില്ല. ബട്ട് 100-150 പൂ കാലാവസ്ഥയ്ക്ക് നമുക്ക് ഉണ്ടാകുമ്പോൾ ആ സമയം ആവശ്യமான ഫെർട്ടിലൈസർ കിട്ടാത്തത് കൊണ്ട്, ഈ NPK മൈക്രോ ന്യൂട്രിയൻസ് കിട്ടാത്തത് കൊണ്ട് കൂടെ നമുക്ക് മഞ്ഞപ്പിഞ്ച് ഉണ്ടാകുന്നുണ്ട്. സോ ഈ നെമറ്റോഡ് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ഇമ്മീഡിയറ്റ് ഒരു വളം കൂടെ ഇട്ട് കൊടുക്കണം. NPK ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് ചെയ്ത് ഈ മഞ്ഞപ്പിഞ്ച് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യണം. അതിനു മുമ്പ് ഈ നെമറ്റോഡ് കൺട്രോൾ ചെയ്താൽ മാത്രം വേരാകും. വേരായ പുറയിലതാ നിങ്ങൾ വളം ചെയ്യണം. വേരില്ലാത്ത സ്ഥലത്തിൽ വളം ചെയ്യുമ്പോൾ അസിറ്റിക് കണ്ടന്റ് കൂടുമ്പോൾ നിങ്ങൾക്ക് ആളുകൾ പട്ടിണി പിടിക്കും. സോ വേര് നന്നായിട്ട് കൊണ്ടുവരാതെ ഫീൽഡിൽ വളം ചെയ്യേണ്ട. നെമറ്റോഡ് ട്രീറ്റ്മെന്റ് ഈ മെനറ്റോഡും റാഫലും ഒഴിച്ചിട്ട് അതിൻ്റെ പുറയിൽ നിങ്ങൾ വളം ഇട്ടാൽ ഭയങ്കര റിസൾട്ട് 100% കായ്ക്ക് ബോൾഡും നമുക്ക് കിട്ടും. ഇപ്പോൾ ഉള്ള മെയിൻ പ്രോബ്ലം ഈ pH ചേഞ്ചസ് ആൻഡ് നെമറ്റോഡ് മീലിബഗ് പ്രോബ്ലം. സോ അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇട്ടത് ഈ പ്രോബ്ലത്തിലിരുന്ന് നിങ്ങൾ രക്ഷപ്പെടണം. അതിനു വേണ്ടി ഈ വീഡിയോ ഞാൻ വിട്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു റെസ്പെക്റ്റഡ് ഗാർഡമൻ പ്ലാന്റേഴ്സ്.